കൊച്ചിനെ കൊണ്ട് സൈക്കിൾ ചവിട്ടി ജ്യൂസ് കുടിക്കുന്ന ആദ്യത്തെ അമ്മ. മേഡം നടക്കും. പാട്ടുമായിട്ട് നമ്മുടെ കാഴ്ചകൾക്ക് യാതൊരു ബന്ധവുമില്ല കേട്ടോ. അങ്ങനെ നമ്മുടെ പുതിയ വിശേഷങ്ങളിലേക്ക് എല്ലാ എൻ്റെ പ്രിയപ്പെട്ടവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ബാംഗ്ലൂരിൽ മല്ലേശ്വരത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യസ് ഫസ്റ്റ് സീറോ വേസ്റ്റ് ജ്യൂസ് ബാറിലേക്കാണ്. അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാനും മോളും കൂടെ ഒരു നാഷണൽ ഹിസ്റ്ററി ചാനലിൽ ഒരു വീഡിയോ കാണാനിടയായി ഈ ഒരു ഷോപ്പിനെ പറ്റി. അപ്പം നമ്മൾ എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങി തിരിച്ചതാണ്. നമ്മുടെ അവിടുന്ന് ഒരു 1.5 മണിക്കൂർ ക്യാബിൽ നമ്മൾ യാത്ര ചെയ്താണ് ഇവിടെ എത്തിയത്. ഞാനും മോളും തന്നെയാണ് വന്നത്. കണ്ടപ്പം ഇത്രയേ ഉള്ളൂ സംഭവം. പക്ഷേങ്കിൽ ഇതിന് ഒരുപാട് കഥകളുണ്ട് പറയാൻ. 3 പ്രാവശ്യം റീഫില്ലെടുക്കാം. അമ്മ എത്ര കുടിക്കും? ഞാൻ എവിടുന്ന് കുടിക്കാൻ ഇതൊക്കെ ഇച്ചിരി ഇരിക്കുമ്പോഴല്ലേ ഒപ്പം കുടിച്ച് തീർക്കല്ലേ. എനിക്ക് ആ ടി വി ഷോ കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ച് പഴമൊക്കെ എങ്ങനെയാണ് നമ്മൾ കപ്പാക്കി എടുക്കുന്നത് എന്നാണ്. കാര്യം ഇവിടെ കപ്പില്ല, സ്ട്രോ ഇല്ല, ടിഷ്യൂ ഇല്ല, ഒന്നുമില്ല. ഇവർ മിക്സി പ്രവർത്തിപ്പിക്കുന്ന പോലും ഇലക്ട്രിസിറ്റിയിലല്ല. അത് നമ്മൾ പോകെ ഞാൻ നിങ്ങൾക്ക് സർപ്രൈസ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഭയങ്കര പഴത്തിൻ്റെ കപ്പാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ അതിൻ്റെ ജ്യൂസ് ആദ്യം ചോദിച്ചു. അതുപോലെ പേരയ്ക്ക ചോദിക്കുമ്പോൾ എന്താ അതിനകത്ത് എന്ത് രസം, നമുക്ക് കഴിക്കുകയും ചെയ്യാം, കൂട്ടത്തിൽ അതിങ്ങനെ കുടിക്കുകയും ചെയ്യാം, കഴിക്കുകയും ചെയ്യാം. लहंगा से आ रही है. हाँ तभी सोच रही थी देखना है क्या है ये. दो वाली फिल अच्छी लगी है. मैंगो अच्छी बनाना ರೀತಿ ವಿಡಿಯೋ ಮಾಡ್ತಾರೆ. ಜಡಂಬೇಡ ಬಾಯಲ್ಲಿ ಸೈಲೆಂಟ್ ಆಗಿ ಹಾಕಿ, ಬಾಯಲ್ಲಿ ಜಡಂಬೇಡ, ನೀಟಾಗಿ ವಿಡಿಯೋದಲ್ಲಿ ಬರ್ತೀಯ, ಅದಕ್ಕೆ ಜಡಂಬೇಡ. ವಾವ್, ಸಾಗರ್ ಎಷ್ಟು ಚೆನ್ನಾಗಿ ಕಾಣ್ತಾನೆ ವಿಡಿಯೋದಲ್ಲಿ. എൻ്റെ ചിരി കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, എനിക്ക് കന്നഡയൊന്നും അറിയില്ല. ബട്ട് ആ ലേഡിക്ക് കന്നഡ മാത്രമേ അറിയത്തുള്ളൂ. പക്ഷേ കാര്യം നമുക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതാണ് ഞാൻ ചിരിച്ചത്. നമ്മളിപ്പോൾ വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ എന്തിനു വന്നു എന്നൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ പറയണമല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ പറഞ്ഞു ടി വിയിൽ ഇങ്ങനെ കണ്ടിട്ടൊക്കെ വന്നു. അപ്പോൾ അവർക്കത് പുതുമയൊന്നുമില്ല. കാര്യം ഇവിടെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ആൾക്കാർ വീഡിയോ എടുക്കുന്നവർ രീതിയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്താൽ മതി, ഈറ്റ് രാജ എന്നൊന്ന് സെർച്ച് ചെയ്താൽ നോക്കാമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ കിട്ടും വീഡിയോസ്. ഇതെന്ന് പറയുന്നത് ഒരു 40 വർഷമായിട്ടുള്ള ഒരു ഷോപ്പാണ്, ഒരു ഇതാണ്. ഇത് ഇപ്പോൾ ഇതിൻ്റെ ഓണർ എന്ന് പറയുന്ന ഒരു ഫോർമർ റേഡിയോ ജോക്കി ആനന്ദ് രാജ് എന്ന് പറഞ്ഞ ഒരാളാണ്. നമ്മൾ അതൊക്കെ ആ ഡീറ്റെയിൽസൊക്കെ ഞാൻ ആ വീഡിയോയിൽ ടി വി ഷോയിലാണ് കണ്ടത്. അപ്പം ഇപ്പോൾ ഈ സമയത്തൊന്നും ഓണറൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അച്ഛൻ്റെ മരണത്തിന് ശേഷം മകൻ ഇത് റേഡിയോ പരിപാടിയൊക്കെ വിട്ടിട്ട് ഈ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങി തിരിച്ചതാണ്. അതിൽ നമുക്ക് ഒരു പ്രൗഡ് ഫീൽ തോന്നും. ആ മോൻ അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യണം. നമ്മളൊക്കെ ആണെങ്കിൽ അപ്പോഴേ അത് അടച്ചുപൂട്ടത്തില്ല, അല്ലെങ്കിൽ വല്ല ബംഗാളിക്കോ ബീഹാറിക്കോ നടത്താൻ കൊടുക്കത്തില്ല. ഇതങ്ങനെയൊന്നുമല്ല. അത് കേൾക്കുമ്പോൾ ഒരു സന്തോഷം തോന്നും. അപ്പം അതുകൊണ്ട് തന്നെയാണ് നമുക്കിത് കണ്ടപ്പം ഇതൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ഇറങ്ങണം. പിന്നെ ഞങ്ങൾ ഫുൾ ഫാമിലിക്ക് എക്സ്പ്ലോറിങ് ഇഷ്ടമായതുകൊണ്ട് ഭയങ്കര രസമായിട്ട് തോന്നി. ഈ പേരക്കയുടെ ഇതിങ്ങനെ അടപ്പൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്ന വെജിറ്റബിൾ കാർവിങ് സൂപ്പറാണ് കേട്ടോ. അപ്പോൾ തേങ്ങയുടെ ഇതിൽ കോക്കനട്ട് ഷേക്കൊക്കെ ഉണ്ട്. അതൊക്കെ ഏത് ഫ്രൂട്ടാണ് നമ്മൾ ചോദിക്കുന്നത് വെച്ചാൽ അതായത് ഫ്രൂട്ടിലാണ് അവരിതിങ്ങനെ സെർവ് ചെയ്യുന്നത്. ഇപ്പോൾ ചില ആൾക്കാരുണ്ടല്ലോ സ്ട്രോ മാത്രമേ ഉപയോഗിച്ച് ജ്യൂസ് കുടിക്കത്തുള്ളൂ എന്നുള്ളത്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ബാമ്പുവിൻ്റെ സ്ട്രോ അവർ കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളൊരു 4 മണിയോളം എത്തുന്നത്. അത് കാരണം അവിടെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് നമുക്ക് സമാധാനമായിട്ട് വീഡിയോ എടുക്കാൻ പറ്റി. ഇപ്പോൾ ഇവിടുന്ന് ഒരു 1.5 hours ട്രാവലുണ്ട് ചേച്ചിയുടെ അവിടോട്ട്. അപ്പോൾ അന്ന് നമുക്ക് ചേച്ചിയുടെ അവിടെ സ്റ്റേ ഇവിടെ ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഇറങ്ങി. അപ്പോൾ ആ പഴത്തിൻ്റെ കപ്പിൻ്റെ അടിവശത്ത് കുറച്ചവർ ഇങ്ങനെ പഴം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു കപ്പപ്പഴത്തിൻ്റെ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ പഴത്തിൻ്റെ തൊലി കണ്ടോ, ഈ വേസ്റ്റും ഇതും ഇവർ കളയില്ല. അത് നമ്മൾ പറഞ്ഞ സീറോ വേസ്റ്റ്. ഇതെന്ന് പറയുന്നത് ഇതിന് ജസ്റ്റ് ഓപ്പോസിറ്റ് അവർക്കൊരു ഷോപ്പുണ്ട്. അവിടെ ഇതിൻ്റെ കമ്പോസ്റ്റ് അതുപോലെ ബയോ എൻസൈംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ
ഇതാ ഷോപ്പ്, വാങ്ങാൻ നമുക്ക് അവിടെ തന്നെ കിട്ടും. ഒന്നും അവർക്ക് വേസ്റ്റ് ഇല്ല. ഈവൻ മിക്സി പോലും ഇവർ പ്രവർത്തിപ്പിക്കുന്ന ഇലക്ട്രിസിറ്റിയിലല്ല. അത് നമ്മൾ സർപ്രൈസാണ്, പോകെ ഞാൻ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ വാങ്ങിച്ചത് ഒരു മാംഗോ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. എല്ലാം നമുക്കൊരു 3 പ്രാവശ്യം, അതായത് ഒരു കപ്പിൻ്റെ ആ ക്വാണ്ടിറ്റി അവർ നമുക്കിങ്ങനെ ഫില്ല് ചെയ്ത് തരും പലപ്പോഴായിട്ട്. അപ്പോൾ അവർക്കറിയാം ഓരോരുത്തർ എന്താ വാങ്ങിക്കുന്നത്, അങ്ങനെ അത് ഫില്ലാവുന്നുണ്ട്. അപ്പം നമ്മൾ ഇരിക്കുന്നതനുസരിച്ച് അവിടെ ഇങ്ങനെ തിരക്ക് കൂടുന്നുണ്ടായിരുന്നു. എങ്കിലും അവർ അതിനൊന്നും ഡിസ്റ്റർബ് ചെയ്യില്ല, നിങ്ങൾ വീഡിയോ എടുത്തോ അങ്ങനെയാണ് പറയുന്നത്. മാങ്ങയുടെ അകത്തെ പൾപ്പൊക്കെ ഇങ്ങനെ എടുത്തിട്ടാണിത്. സൈക്കിളുണ്ടമ്മോ, സൈക്കിള്. ഇവിടെ ഇരിക്കുന്ന ഈ സൈക്കിളിനുണ്ട് ഒരു ചെറിയ കഥ പറയാൻ. അപ്പോൾ ഇവിടെ വരുന്നവർ നോക്ക് ജ്യൂസ് വാങ്ങിക്കുന്നു, ഫോട്ടോ എടുക്കുന്നു, പോസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ ലേഡിയോട് ചോദിച്ചു ഇതിൻ്റെ ഒന്ന് വീഡിയോ എടുത്തിട്ട് അവർ കാണിച്ചു തന്നതാണ്. നമ്മൾ ഇരിക്കെ തന്നെ ഇങ്ങനെ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കുന്നതിന് ഒരു ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ ആ സൈക്കിളിൻ്റെ കഥയിലോട്ട് നമ്മൾ വരുവാണ്. ഇവിടെ മിക്സി ഓടുന്നത് ഈ സൈക്കിൾ വഴിയാണ്. അത് എങ്ങനെയാണെന്നൊന്ന് നോക്കിയേ. ಸೈಕ್ಲಿಂಗ್ ಮಾಡೋದು നമ്മുടെ ജ്യൂസും നമ്മൾ തന്നെ സൈക്കിളിൽ ഔട്ടി ഓടിച്ചാൽ നമുക്ക് ബില്ലിൽ 10% ഡിസ്കൗണ്ട് ഉണ്ട്. അതുകൊണ്ട് മോളാ ചവിട്ടാൻ പോയത്. ഞാൻ ചവിട്ടി ഇത് ഓടിയില്ലല്ലോ എന്ന് എനിക്കൊരു റിസ്ക് ആയിട്ട് തോന്നി. ഇതൊന്നും നമ്മളെ ബാധിക്കത്തില്ല എന്നും പറഞ്ഞൊരു പട്ടി ഞങ്ങൾ ചെന്നപ്പോൾ തൊട്ട് സൈക്കിളിനോട് ചേർന്ന് കിടന്നുറങ്ങുന്നുണ്ട്. അതുപോലെ ഒരു അമ്മ അവിടെ ഇരിപ്പുണ്ട്. കന്നഡ മാത്രമേ അറിയാവുന്നുള്ളൂ. എന്നോട് ഒത്തിരി പ്രാവശ്യം പറഞ്ഞു കൈ നോക്കാവുന്നു. എന്തായാലും ഞാൻ സൈക്കിൾ ചവിട്ടാൻ പോകാൻ കാര്യമോ, എന്നെ കൊണ്ട് ഇത്രയും സമയമൊന്നും നിന്ന് ചവിട്ടാൻ പറ്റത്തില്ല. എന്തായാലും അവൾ ക്ഷീണിച്ച് സാരമില്ല, ജ്യൂസ് ഉണ്ട്, ഇതെല്ലാം ഇനി നമ്മൾ കുടിച്ചു തീർക്കണമല്ലോ. ഒരു പരുവമായി. കഷ്ടമുണ്ട്. സ്വന്തം അധ്വാനത്തിനുള്ള ജ്യൂസ് എങ്ങനെ ഉണ്ടെന്ന് കുടിച്ചു നോക്കാം. ടേസ്റ്റിയാണോ? മീനെന്നെ ചവിട്ടി ഉണ്ടാക്കിയോണ്ടായിരിക്കും. സീറോ ഇലക്ട്രിസിറ്റിയിൽ സൈക്കിൾ ഓടിച്ച് മിക്സി പ്രവർത്തിപ്പിച്ച ജ്യൂസ്, അതിൻ്റെ ടേസ്റ്റ് ഒന്നും വേറെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ആ ജ്യൂസൊക്കെ നമ്മൾ അവിടെ നിന്ന് കുടിച്ച് തീർത്തു. ആ ലേഡി ഒത്തിരി നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ലേഡിയായിരുന്നു. ബില്ലൊന്നും വേണ്ടാന്ന് ലാസ്റ്റ് പറഞ്ഞു. നമ്മുടെ ചാനലിൽ ഇമ്പ്രസ്ഡ് ആയിട്ട് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കോംപ്ലിമെൻറ്റ് കിട്ടുന്നെങ്കിൽ ഞാൻ ബില്ലൊക്കെ കൊടുത്തു കേട്ടോ. അങ്ങനെ അവരോട് യാത്രയൊക്കെ പറഞ്ഞ് നമ്മൾ ചേച്ചിയോട്ടുള്ള യാത്രയിലാണ്. വഴിയിലൊരു അമ്പലം കണ്ടതാണ്. ഇനി ഇവിടുന്ന് ക്യാബ് പിടിച്ച് പോകണം. ഇന്നത്തെ വിശേഷങ്ങളെല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. വീണ്ടും നമ്മുടെ മൗറീഷ്യസ് സീരീസ് അടുത്ത വീഡിയോ തൊട്ട് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. അതുവരേക്കും എല്ലാം എൻ്റെ പ്രിയപ്പെട്ടവർക്കും ഒരുപാട് നന്ദി.